ഹലോ വ്യൂവേഴ്സ്, നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്റേഡ് ഉപയോഗിച്ച് ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രീസ് എങ്ങനെ പിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു ഫ്രഷറോ അത് പ്രൊഫഷണൽ ട്രേഡേഴ്സും ആയിക്കോട്ടെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കുന്ന ഒരു സ്ട്രാറ്റജി. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനോ പഠിക്കാനോ ആഗ്രഹമുണ്ട് ഈ സ്ട്രാറ്റജി എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കോളർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എൻട്രി എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. നമുക്ക് ഇതിനകത്ത് സിഗ്നൽസ് കാണിച്ചു തരും. റെഡ് ഡൗൺ ആരോ സെല്ല് ചെയ്യാനുള്ളതും ഗ്രീൻ അപ്പ് ആരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ. അതായത് സെല്ല് വരുമ്പോൾ നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ളതും, ബൈസൈക്കിൾ വരുമ്പോൾ കോൾ ഓപ്ഷൻ നമ്മൾ എടുക്കേണ്ട. അപ്പോൾ സിഗ്നൽസ് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. സിഗ്നൽ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരും. അതേ ഡീറ്റെയിൽസ് മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരുന്ന സിഗ്നൽ എടുത്ത് നോക്കാം. ലാസ്റ്റ് വന്നിരിക്കുന്ന സെൽ സിഗ്നലാണ്. ആ സെല്ല് വന്നിരിക്കുന്നത് നമുക്ക് ആ ടൈമിൽ തന്നെ അലേർട്ടും വരും. മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് നിഫ്റ്റി സെല്ലായിട്ട് 24,705 ആ ഒരു ലെവലിൽ നിന്നപ്പോഴത്തേക്കാണ് നിഫ്റ്റി സെല്ലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, പുട്ടാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. അതുപോലെ സോഫ്റ്റ് റേറ്റ് അവിടെ കാണിക്കുന്നുണ്ട്, അത് നിഫ്റ്റിയുടെ സെൽ റേറ്റ്. അപ്പം നമ്മൾ ഈ റേറ്റിൽ നിന്നാണ് അതിൻ്റെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യുക. അത് നമുക്ക് ഇൻ ദ മണി ആകാം, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് ഒരു അറ്റ് ദ മണി ചെയ്യുന്നവരാണെങ്കിൽ മാർക്കറ്റ് ഏത് ലെവലിലാണ് നമുക്ക് ട്രേഡ് തന്നിരിക്കുന്നത്, സിഗ്നലിൻ്റെ റേറ്റ് തന്നിരിക്കുന്നത്, ആ റേറ്റിനെ അങ്ങോട്ട് എടുക്കുക. 705 എന്ന് പറയുമ്പോൾ നമുക്ക് അറ്റ് ദ മണി ആണെങ്കിൽ 700 എടുക്കാം. ഇൻ ദ മണി നിങ്ങൾ 100-200 പോയിന്റ് കൂട്ടിയെടുക്കുക. അതായത് 800-900 ഒക്കെ എടുക്കുക. ഔട്ട് ഓഫ് ദ മണി താഴെ എടുക്കാം. നമുക്ക് 600-500 ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. പുട്ട് ഓപ്ഷൻ നമ്മൾ എടുക്കണം, ഏത് സ്ട്രൈക്ക് എന്നുള്ള മനസ്സിലായി കഴിഞ്ഞാൽ നേരെ നിങ്ങൾ അതിൻ്റെ ഓപ്ഷൻ ചാർട്ട് എടുക്കുക. സോഫ്റ്റിൽ നമുക്ക് ഓപ്ഷൻ്റെ സെപ്പറേറ്റ് ചാർട്ട് ഉണ്ടാവും. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടും എവിടെ നമ്മൾ ബൈ ചെയ്യണം, അതിൻ്റെ എക്സിറ്റ് എവിടെയാണ്, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എത്ര നോക്കണം നമുക്ക് അതേ ചാർട്ടിൽ കാണിച്ചു തരും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, 24,800. അപ്പോൾ നമുക്ക് നമ്മുടെ സോഫ്റ്റിനകത്ത് ട്രേഡ് വരുമ്പോൾ തന്നെ, അതായത് നിഫ്റ്റിയിൽ സെൽസിൽ വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഓപ്ഷൻ ചാർട്ട് എടുക്കുക. അത് ഏത് ഓപ്ഷൻ ചാർട്ട് വേണമെങ്കിലും എടുക്കാം. നമുക്കിവിടെ ഓപ്ഷൻ്റെ സ്ട്രൈക്കുകൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏത് വേണോ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടുന്ന് നേരെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ആഡ് ചെയ്തൊക്കെ നമ്മൾ ഇവിടുന്ന് കാണിച്ചു തരും കേട്ടോ, എങ്ങനെയാണ് നമ്മളിൻ്റെ ചാർട്ട് സെറ്റിംഗ് നടത്തുന്നതൊക്കെ. നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോസും ഉണ്ട്. അതുപോലെ നമ്മളിത് പറഞ്ഞു തരുന്നത് യൂസ് ചെയ്യണം എന്നുള്ള. അപ്പം ഞാൻ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 24,900 പുട്ടാണ്. നമുക്ക് പറഞ്ഞോളൂ ഇത് 24,800, 24,900. അപ്പം നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ ചാർട്ടിൽ എന്തായിരിക്കണം, ബൈസിക്കിൾ കാണിക്കണം. നമ്മൾ കൺഫർമേഷൻ എല്ലാം ഓപ്ഷൻ്റെ പ്രീമിയം ചാർട്ടിൽ നോക്കി വെച്ചാൽ മതി. അവിടെ ബൈസിക്കിൾ വന്നു. ഇനി ഇത് കൺഫേം ആണെങ്കിൽ നമുക്ക് നേരെ ഡയറക്റ്റ് ട്രേഡ് എടുക്കാം. കൺഫർമേഷൻ ഇത്രയുള്ള ആരോ വന്ന് ഇവിടെ പ്രൈസ് എന്തായിരിക്കണം, ബൈസോൺ ആയിരിക്കണം. അതുപോലെ ആരോടെ താഴ്ത്തിയ ഒരു ബാർ കണ്ട, ഇത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. ആ സിഗ്നൽ വരുമ്പോൾ താഴത്തെ ബാർ എന്തായിരിക്കണം, ഗ്രീൻ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ താഴത്തെ ഗ്രീൻ ഇല്ലെങ്കിൽ ഇവിടെ നോക്കി വെച്ചാൽ ഇവിടെ ബൈ വന്നിരിക്കുന്നത് എങ്ങനെയാണ്, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അതായത് റെഡ് സ്റ്റാറുകളാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അതിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന എൻട്രീസിന് താഴത്തെ ബാർ നോക്കണമെന്നില്ല കേട്ടോ, നമുക്ക് ഡയറക്റ്റ് ട്രേഡ് എടുക്കാവുന്നതാണ്. പ്രൈസ് ബൈസോൺ ആണെങ്കിൽ ഡയറക്റ്റ് ട്രേഡ് എടുക്കാം. 180 നമുക്ക് ഈ ഒരു ട്രേഡ് വന്നത്. അപ്പോൾ നമുക്ക് എക്സിറ്റ് അവിടെ കാണിക്കുന്നുണ്ട് 198, 213, 227 3 ടാർഗറ്റ് കാണിക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. അപ്പോൾ നമ്മളിത് മാർക്കറ്റ് കയറി നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷവും പിന്നീട് ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മുടെ ടാർഗറ്റ് വന്നു. ഇനി ഇതിനകത്തൊരു എൻട്രി എടുക്കണമെങ്കിൽ റെഡ് സ്റ്റാറിൽ അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു റീ എൻട്രി അവിടെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ലേൺ ചെയ്യാവുന്നൊരു സ്ട്രാറ്റജി. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.